ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കുഞ്ഞുവാവമാർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്ന ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ കുഞ്ഞുവാവമാർക്ക്, അതായത് 9 മന്ത് പ്ലസ് ആയിട്ടുള്ള കുഞ്ഞുവാവമാർക്ക് കൊടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റവ, നെയ്യ്, ക്യാരറ്റ്, ഈ 3 സാധനങ്ങളാണ് വേണ്ടത്. അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്ക് നെയ്യ് എടുക്കാം. നെയ്യ് ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. അതാണ് എപ്പോഴും നല്ലത്. അത് ദയവായി പേരൻസ് ശ്രദ്ധിക്കുക. അപ്പോൾ റവ ആദ്യമേ തന്നെ ഒരു പാൻ എടുക്കുക. പാന് ചൂടായ ശേഷം ആവശ്യമായിട്ടുള്ള നെയ്യ്, ഇച്ചിരി നെയ്യ് ഇട്ടാൽ മതിയാവും. നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വന്ന ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റവ ഇട്ട് ജസ്റ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒത്തിരി റവയൊന്നും കുഞ്ഞുങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എടുക്കുന്ന റവയുടെ അളവ് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു സ്പൂണിന് 2 സ്പൂണ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിട്ട് നമുക്ക് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തിട്ട് അതിനെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ആ പാനിൽ തന്നെ ഇച്ചിരി കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് 2-3 കടുകിട്ട് പൊട്ടിക്കുക. സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. അതും ഇട്ട് നല്ലോണം വറുക്കുക. അത് ഇത്തിരി മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റിനെ നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിനോടൊപ്പം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉൾപ്പെടുത്തുക. എന്നിട്ട് അതിനെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. 1 വയസ്സിന് മുകളിലാണെങ്കിൽ മാത്രം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് നല്ലോണം തിളയ്ക്കാൻ അടച്ച് വെച്ച് നല്ലോണം വേവിക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം അതിനെ അടച്ച് വെച്ച് വേവിക്കുക. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാകുന്നതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് വേണം എടുക്കാൻ. ഇനി ബേബീസിന് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു.